അയ്യോ റാം, ഇപ്പൊ വീട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് മൊത്തം നീ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്താണോ? വെരി നൈസ്. അയ്യോ, മുത്തശ്ശനും മുത്തശ്ശിയും. അമ്മേ, ഗജ്വാലൊക്കെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞോ? ഞങ്ങള് മാത്രം ഉള്ളപ്പോ ഒരു സാധനവും വെച്ചുണ്ടാക്കി കഴിക്കാൻ തോന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, അതുകൊണ്ട് പാചകം ചെയ്യാൻ ഇപ്പൊ ഒരു ഉത്സാഹമൊക്കെ വന്നു. ഗജ്വാലക്കോ? മുത്തശ്ശി, എനിക്കും വേണം. വേണമെന്ന് വെച്ചാലും എനിക്കിപ്പോ അത് കഴിക്കാൻ പറ്റില്ല. സിഹി എവിടെ? ഓ, അവളിപ്പോഴും ടീച്ചറോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ പോയി കൊണ്ടുവരാവേ. വരൂ അമ്മേ, ഇരിക്കൂ. ഒന്നും ചെയ്യാൻ കഴിയില്ലമ്മേ. സീതയുടെ സന്തോഷത്തിന് വേണ്ടി ഈ കുഞ്ഞാണ് സിഹി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യണം. സിഹി നമ്മുടെ കൂടെ ഉണ്ടെന്ന പോലെ പെരുമാറണം. എനിക്കത് ശീലമായി, നിങ്ങളും ശീലമാക്കണം മുത്തശ്ശ. ഫസ്റ്റൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ പോകെ പോകെ ഈ ഇമാജിനേഷനിൽ ഒരു സന്തോഷം കിട്ടും. റാം, ഇതിനി എത്ര ദിവസം ഇങ്ങനെ? സീതയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നോ? ട്രീറ്റ്മെന്റ് തുടങ്ങി മുത്തശ്ശ, എത്രയും വേഗം ശരിയാവും. സിഹി, ദേ മുത്തശ്ശിയില്ലേ, നിനക്ക് വേണ്ടി ഗജ്വാലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ, പെട്ടെന്ന് എടുത്തതാ. ആ മതി അമ്മേ. സീത, എന്റെ മുളക്ക് ഞാൻ കൊടുത്തോളാം. നിനക്കിഷ്ടമല്ലേ? നീ എടുത്ത് കഴിക്കേ. ശരി. എനിക്കറിയാം അച്ഛാ, ബെല്ലിക്ക് അത് കഴിക്കാൻ പറ്റാത്തോണ്ടല്ലേ നിങ്ങൾ അമ്മയുടെ മുമ്പില് നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ ഗജ്വാലൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ടേസ്റ്റ് കിട്ടാറേ ഇല്ല. റാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ. നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് അത്രയും മതി. സീതമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത് അച്ഛാ? സിഹിമോൾ ഇത് പെട്ടെന്ന് കഴിച്ചു തീർത്തല്ലോ. ആണോ? അത് കൊള്ളാലോ. നിങ്ങൾ കൊടുക്കുമ്പോ മാത്രം അവൾ ഇങ്ങനെ കഴിക്കുന്നേ. അമ്മേ, നല്ല രുചിയുണ്ട്. ശരി അമ്മേ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. മുത്തശ്ശൻ നേരത്തെ വിളിച്ചിരുന്നു. അവളുടെ സ്കൂൾ ഡേ ഒക്കെ അല്ലേ, അവൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സീത,
രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ മോളെ? അച്ഛാ ഇന്ന് പറ്റില്ല, ഞങ്ങൾ വേറൊരു ദിവസം വരാം. നാളെ സ്കൂളിൽ വെച്ച് കാണാലോ, നിങ്ങളുടെ കൊച്ചുമോള് ഡാൻസ് ഉണ്ടെന്നേ. എല്ലാ വർഷവും നിങ്ങൾ കാണാൻ വരുന്നതാ, ഈ വർഷവും വന്നേ പറ്റൂ. കേട്ടല്ലോ രണ്ടാളും? ശരി സീത. ഞാനില്ലാതെ എന്റെ സ്കൂൾ ഡേയില് എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടാവാനാ സീതമ്മ? ശരി അച്ഛാ, ഇറങ്ങട്ടെ, പിന്നെ വരാട്ടോ അമ്മേ. സീമോളെ പോയാലോ? മുത്തശ്ശനും മുത്തശ്ശിക്കും ബായ് പറഞ്ഞേ. ആ ബായ് പറ. എന്നാ ശരി അമ്മേ, പോയിട്ട് വരാച്ചാ. ഞാൻ സ്കൂൾ ഡേയിൽ ഉണ്ടാവില്ലെന്ന് സീതമ്മയോട് എങ്ങനെയാ പറയാ? എന്റെ മകളിൽ നിന്നും അവളുടെ മകളെ തട്ടിയെടുത്ത് ദൈവം വലിയൊരു ക്രൂരതയെ കാണിച്ചത്. പാവം സീത. നമ്മുടെ സീതമോള് എന്നാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക? അവിടെ എത്രയായി? ഗ്രാൻഡ് ബാ ഇവിടെ 600. ഇവിടെ 800 മുത്തശ്ശ, ഈ കോയിൻസ് എല്ലാം കൂടി ചേർത്ത് 458 രൂപയുണ്ട്. അപ്പോ 1858 രൂപ അത്രേ ഉള്ളോ? ഞാനൊരു 3000 എങ്കിലും ഉണ്ടാവുന്ന കരുതിയേ. ഇങ്ങനെയൊക്കെ പോയാ വീട്ടിലെ കാര്യം എങ്ങനെയാ? ഇനിയിപ്പം മോഷ്ടിക്കാതെ വേറെ വഴിയൊന്നുമില്ല. ഒരു ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങിയാ ഒരു 500 രൂപ കിട്ടും. പക്ഷെ മുത്തശ്ശ, നിങ്ങളുടെ വീടിക്ക് ഒരു 500 രൂപ ഇറങ്ങും. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തീർന്നു തുടങ്ങി മുത്തശ്ശ. Then what to do? ഇനി എന്നാ ചെയ്യാനാ? മോഷ്ടിക്കണം, പണം ഉണ്ടാക്കണം, അത്ര തന്നെ. മുത്തശ്ശ, നമ്മള് പഠിച്ച് വലിയവരായ നമുക്ക് മോഷ്ടിക്കേണ്ടി വരില്ല. നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം, അല്ലേ? പക്ഷേ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? സ്കൂളിലെ ഫീസ് എങ്ങനെ അടയ്ക്കും? പുസ്തകത്തിനും വസ്ത്രത്തിനും ഒക്കെ പൈസ വേണ്ടേ? അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വെച്ചാ സർക്കസിന് ഇപ്പൊ പഴയ ഡിമാൻഡ് ഒന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ സ്കൂളിലേക്ക് പോയാൽ തന്നെ സർക്കസ് എങ്ങനെ നടക്കാനാ? സ്കൂളെന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ വെറും സ്വപ്നം മാത്രമാ മോളെ. അത് സാരമില്ല മുത്തശ്ശ, എന്തിനാ വിഷമിക്കുന്നേ? സ്കൂളും കാര്യങ്ങളും ഒക്കെ അടുത്ത ജന്മത്തിൽ നോക്കിക്കോളാം. ഈ ജന്മത്തില് സർക്കസ് തന്നെയാ ഞങ്ങളുടെ സ്കൂള്, സർക്കസ് തന്നെയാ ജീവിതം. ഇടയ്ക്കിടയ്ക്ക് മോഷണം അല്ലേ? നമ്മളെല്ലാരും നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടില്ല. സുബി, എന്താ മോളെ ആലോചിക്കുന്നേ? നോക്ക് മോളെ, ഈശ്വരനെല്ലാം മനസ്സിലാവും. എന്റെ മോള് വീട്ടിലിരുന്ന് പഠിച്ചാ മതി കേട്ടോ. നല്ല ക്ഷീണം കാണുമല്ലോ സിഹി നിനക്ക്. രാവിലെ അമ്പലത്തിലേക്ക് പോയി, അവിടുന്ന് വീട്ടിലേക്ക് പോയി, ഇന്ന് മുഴുവൻ നീ കറക്കത്തോടെ കറക്കുമായിരുന്നു. നീ വേഗം ഉറങ്ങാൻ നോക്ക്. നാളെ നിനക്ക് ഡാൻസ് ഒക്കെ കളിക്കാനില്ലേ, പിന്നെ നിന്നെ പിടിച്ചാ കിട്ടില്ലല്ലോ. അപ്പോ നാളെ എന്താ പരിപാടി? നാളെ സിഹിയുടെ സ്കൂളിലെ സ്കൂൾ ഡേ ഫംഗ്ഷൻ ഉണ്ട് മേമ. നാളെ സ്കൂൾ ഡേ അല്ലേ, നീ നന്നായിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ സിഹി. നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. സ്കൂളിലേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായില്ലേ നീ. എന്നാലും എന്റെ മോള് മിടിക്കുക, എല്ലാം വേഗം പഠിച്ചോളൂ.
ഇപ്പോ നീ ഉറങ്ങാൻ നോക്ക്. രാവിലെ വേഗം എഴുന്നേക്കണ്ടേ, നിനക്ക് ക്ഷീണം വരും. വേഗം ഉറങ്ങാൻ നോക്കിയോ. സീത പറയുന്നുണ്ടെന്ന് കരുതി അവളെ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോവാണോ? വേണ്ട അപ്പു. ഇങ്ങനൊരവസ്ഥയിൽ അവിടേക്ക് പോയാ പ്രശ്നങ്ങൾ കൂടുതലാവില്ലേ? എന്ത് പ്രശ്നം? അന്ന് ലേഡീസ് ക്ലബിലുള്ളവര് വന്നപ്പോഴും പിന്നെ വീട്ടിലെ സിഹയുടെ കർമ്മം നടക്കുമ്പോഴും എന്താ സംഭവിച്ചെന്ന് നിനക്ക് ഓർമ്മയില്ലേ അപ്പു? അതുപോലെ നാളെ നീ സീതയെ സ്കൂളിലോട്ട് കൊണ്ടുപോയാ അവളുടെ കണ്ടീഷൻ എല്ലാവരും അറിയില്ലേടാ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ അപ്പോ? നാളെ സ്കൂളിലേക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുത്തു വെച്ചേക്കാം. സീതമ്മ, ഞാനില്ലാതെ എന്റെ സ്കൂൾ ഡേക്ക് നീ എങ്ങനെ പോവാനാ? ബെല്ലിയം കൊണ്ട് പോവോ? മേമ പറയുന്നൊക്കെ ശരിയാണ്. സീത ഈ കണ്ടീഷനിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ അത് കണ്ടില്ലേ, അവൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആ സന്തോഷം ഇല്ലാതെയാക്കാൻ എനിക്ക് താല്പര്യമില്ല മേമ. എനിക്കറിയാം അപ്പോ. എന്ന് കരുതി നീ അങ്ങോട്ട് സീതയും കൊണ്ട് പോയി കഴിഞ്ഞാ അവിടെയുള്ളവര് സീതയെ നോക്കി കളിയാക്കില്ലേടാ. നമ്മുടെ സീതയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞൊരു വാർത്തയാക്കണോടാ. ഞാൻ രണ്ടുപേരുടെ നല്ലതിനാ പറയുന്നു. നാളെ സീതയെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ തന്നെ നിർത്തുന്നതാ നല്ലത്. പറയുന്നത് കേൾക്ക്. അച്ഛനിപ്പോ ഇങ്ങോട്ട് വരും. കിടന്നോ, കണ്ണടയ്ക്ക്. റാം, നിങ്ങളുടെ മോള് നല്ല വാശി പിടിക്കുന്നുണ്ട്. നിങ്ങളെങ്കിലും ഒന്ന് പറയാം അവളോട്. നാളെ സ്കൂൾ ഡേ അല്ലേ, ഫുൾ ഡേ അവൾ അവിടെ ആയിരിക്കും. അവൾക്കാണെങ്കിൽ ഡാൻസും കളിക്കാനുണ്ട്. ഇവളൊന്നും ഉറങ്ങുന്നില്ല. പ്ലീസ് റാം, ഒന്ന് പറയേ. സീക്കുട്ടാ, വേഗം ഉറങ്ങടാ. ഇല്ലെങ്കിൽ സീതമ്മയ്ക്ക് ദേഷ്യം വരും നിന്നോട്. നല്ല കുട്ടിയല്ലേ മോള്, വേഗം ഉറങ്ങിക്കോട്ടോ. കണ്ടോ, അച്ഛൻ ഇങ്ങനെ കുഞ്ചിച്ച് പറയണം, എന്നാലേ ഇവളിപ്പോ കേക്കുള്ളൂ അല്ലേ? സീതമ്മ, നീ എത്ര ദിവസം ഇങ്ങനെ ബെല്ലി ഞാനാണെന്ന് വിചാരിച്ച് നടക്കും? സിഹി, നിന്റെ യൂണിഫോം രാവിലെ എടുത്തു വെച്ചേക്കാവേ. നിന്റെ ഡാൻസിന് ആവശ്യമുള്ള ഓർണമെന്റ്സ് ഇപ്പൊ തന്നെ എടുത്തു വെച്ചേക്കാം. സീത ഇപ്പൊ ഒരുപാട് സന്തോഷത്തിലാണ്. ഇവളോട് ഞാനിപ്പോ എങ്ങനെയാ പറയാ നാളെ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന്? മേമ പറഞ്ഞതുപോലെ സീതയെ നാളെ കൊണ്ടുപോയില്ലെങ്കിലും പ്രശ്നമാവുമല്ലോ. ഏട്ടാ, എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ സന്തോഷമുള്ളപ്പോ അസൂയ കാരണം ബന്ധുക്കളൊക്കെ നമ്മളെ വിട്ടു പോകുമെന്ന്. പക്ഷേ സങ്കടം വരുമ്പോ ഈ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടുമത്രേ. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഇത്രയും ദിവസത്തിന് ശേഷം കുടിച്ച് പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആ പൊന്നുമുത്ത്, ആ കുഞ്ഞ് സിഹിയുടെ മരണത്തിന്റെ വിഷമം കാരണമായില്ലടാ. അതേടാ സത്യ. നമ്മുടെ ലിറ്റിൽ ജാമ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു അവിടെ. ഐ മിസ്സിംഗ് ഹെയർ സത്യ, മിസ്സിംഗ് ഹെയർ. അവളില്ലടാ, എന്റെ അനിമോന്റെ സ്വഭാവം പോലും മാറ്റിയടാ.
രണ്ടാൾക്കും എന്താ ഇവിടെ പണി? ഭാർഗവി ചേച്ചി വാ, നിങ്ങൾക്കൊരു ചെറുതൊഴിക്കട്ടെ? വേണ്ടേ? സത്യ, എന്താ ഈ ചെയ്യുന്നേ? ഇതെന്താ ഇപ്പൊ എല്ലാം വീട്ട് സിഹിയുടെ മരണത്തിന് പിന്നിലാണോ? ആ, പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ അപകട മരണത്തിനും പുറകിൽ ആരുടെയോ ഒരാളുടെ കൈ ഉണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ശത്രു ആരാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ ചേച്ചി? നീ ഇപ്പൊ നിന്റെ കാര്യം നോക്കിയാ മതി. നിനക്ക് പറ്റാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. ഈ സത്യമൊന്നും മനസ്സ് വെച്ചാ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല ചേച്ചി. നോക്കൂ ഭാർഗവി, ഇന്ന് സിഹിയെ തന്നെ ഇല്ലാതാക്കിയവര് നാളെ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അതാരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതെ അതെ ഭാർഗവ്, നമ്മുടെ സിഹിയുടെ മരണത്തിന് നീതി കണ്ടെത്തണം ഭാർഗവ്. ഒരു കാര്യം അറിയോ? ഒരു ബാറ്റ്സ്മാനല്ലേ, ബാറ്റ് പിടിക്കുന്നതിന് മുൻപേ അമ്പയർ ഔട്ട് എന്ന് പറഞ്ഞാലോ എത്ര വിഷമമുണ്ടാവും. നമ്മുടെ സിഹിയുടെ മരണം അതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞതിനെ പറ്റി സംസാരിച്ചിരിക്കുന്നതിന് പകരം വേറെ എന്തേലും പണിയുണ്ടോന്ന് നോക്ക്. അല്ല, നീ എന്തിനാ ഇത്രയ്ക്ക് അപ്സെറ്റ് ആകുന്നേ? ഞാൻ എന്താ നീയാണെന്നോ മറ്റോ പറഞ്ഞോ? കൊലയാളി ആരാണെന്നല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ? ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. വേണമെങ്കിൽ നമുക്കൊരു ചിയേഴ്സ് പറഞ്ഞു ഇവിടെ ഇരിക്കാം. വാ, ഇരിക്കാന്നേ. ഭാർഗവ്, ദേഷ്യം പിടിക്കല്ലേ ഭാർഗവ്. അല്ല ബ്രദർ, സിഹിയുടെ മരണത്തെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നതില് നിന്റെ കെട്ടിയോൾക്ക് എന്താ പ്രോബ്ലം? എന്തിനാ വെറുതെ കൂണു 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 എന്ന് പറഞ്ഞ അവളെ കയറിപ്പോയത്? അയ്യോ, ഇവള് എപ്പോഴും ഇങ്ങനെയാണ് നീയ. മറ്റുള്ളവരൊക്കെ സന്തോഷായിട്ടിരിക്കുമ്പോ ഇവൾക്ക് ഉള്ളിലെപ്പോഴും ഒരു വിഷമമാ. മറ്റുള്ളവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ ഇവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിരിയാ. ഇവളെ ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നീയ. അല്ല സത്യ, ഇത്തരം ഭാര്യമാരെ മനസ്സിലാക്കാൻ എന്തെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ? അറിയെങ്കിൽ എനിക്കും കൂടെ ഒന്ന് റെഫർ ചെയ്യ്, ഞാനും കൂടെ ഒന്ന് വായിക്കട്ടെ. ഇത്തരം ഒരാളെ കുറിച്ച് ലോകത്തൊരാൾക്കും ഒരു പുസ്തകം എഴുതാൻ സാധിക്കില്ല. പക്ഷേ നിന്റെ ഈ ഭാര്യയെ കുറിച്ചൊരു വലിയ ഗ്രന്ഥം എഴുതിയാൽ പോലും അതൊരു കുറവായി പോകൂടാ. അത്രയ്ക്ക് മിസ്റ്റീരിയസ് ആൻഡ് സസ്പെൻസ്ഫുൾ ക്യാരക്ടർ അത്. സൂപ്പറാടാ. റാം, നമ്മുടെ മോളെത്ര രസമായിട്ടാ ഇവിടെ അമ്മാന്ന് എഴുതിയേക്കുന്നേ.
വരയ്ക്കാൻ കഴിയില്ല, പിന്നെ ആരാ അത് വരയ്ക്കുക? ആ കള്ളിയാണോ? ഇത് ഉറപ്പായിട്ടും ആ സുബിയുടെ പണിയാ. സീത, ആ ഇപ്പൊ ഓൾറെഡി വൈകിയില്ലേ? നീ കിടന്നുറങ്ങാൻ നോക്ക്. റാം, സിക്കുള്ള ആക്സസറീസ് ഒക്കെ എടുത്തു വെക്കണം. പൊട്ട്, വള, മാല. പെൺകുട്ടികൾക്ക് 1-2 ആക്സസറീസ് ആണോ ഉള്ളത്? കൊറേ ഉണ്ടല്ലോ. സീത, അതെല്ലാം നമുക്ക് രാവിലെ എടുത്തു വെക്കാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ നീ ഉറങ്ങിയില്ലെങ്കിൽ സി മര്യാദയ്ക്ക് ഉറങ്ങാൻ പോകുന്നില്ല. ഓ, അവൾക്ക് രാവിലെ നേരത്തെ എണ്ണിക്കണം. നമുക്ക് കിടന്നുറങ്ങാന്നാ. അച്ഛാ, നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സീതമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എപ്പോഴാ ശരി?